ബഹുമാനായ മുഖ്യമന്ത്രി തലേദിവസോടെ വന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്താ പറയുന്നത്, നുണപ്രചരണം നടത്തുക. ബഹുമാനായ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം കയറി വരുന്നത് 9:30-9:45. അപ്പം ഞാൻ അവിടെ ചെന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹം വരുന്നത്. അദ്ദേഹം വന്ന് എന്നോടാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി എവിടെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇന്ന മുറിയിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഡ്രസ് ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് ഇപ്പുറത്തെ മുറി വന്ന് ഞങ്ങളെല്ലാം ഇരുന്ന മുറിക്കകത്ത് വെള്ളാപ്പള്ളി നടേശൻ സാർ ഇരുന്നു. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രി ഇറങ്ങി വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു, എന്തുകൊണ്ട് വിശേഷം ചോദിച്ചു. ഒരുമിച്ച് മുറ്റത്തോട്ടിറങ്ങി ഡോറ് തുറന്നു. മുഖ്യമന്ത്രിയുടെ വണ്ടിയിൽ അദ്ദേഹം കയറി. എവിടുന്ന 50 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ തൊട്ടപ്പുറത്ത്. അപ്പോൾ 2 വണ്ടിയുടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം തൊട്ടപ്പുറത്ത് ഒരു കയറ്റം കയറി അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അപ്പോൾ പ്രായമുള്ള മനുഷ്യരായിരിക്കുമല്ലോ, കയറ്റം കയറുന്ന ബുദ്ധിമുട്ടായിരിക്കും. വണ്ടിയെല്ലാം അങ്ങോട്ട് കയറി. അതിനെന്താ തെറ്റ്? മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശൻ സാറോ സുകുമാരൻ നായർ സാറോ ഏതെങ്കിലും ഒരു ബിഷപ്പോ കയറിയാൽ കേരളത്തിൽ എന്താ രാഷ്ട്രീയ എന്താ വലിയ പൊട്ടിത്തെറിയുണ്ടാവും? അത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇതിനാണ് വേറെ രൂപത്തിൽ വളച്ചൊടിക്കുന്നത്. ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മതനിരപേക്ഷ ബോധത്തെപ്പറ്റി നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇവിടുത്തെ ഭൂരിപക്ഷ വർഗീയത RSSന്റെ നിലപാടിനെതിരെ ഏറ്റവും ശക്തമായി കേരളത്തിൽ പ്രതികരിക്കുന്ന ആളല്ലേ അദ്ദേഹം. അതേപോലെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. സമാനതകളില്ലാത്ത എത്രയോ സംഭവങ്ങൾ കേരളത്തിൽ അദ്ദേഹത്തിന്റെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുമ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്ന സമയത്തും വർഗീയതയ്ക്കെതിരായിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ശക്തമായ നിലപാടുകൾ അത് എടുത്തിട്ടില്ലേ? ഒരു യാദൃച്ഛികമായ ഒരു സംഭവത്തെ അങ്ങ് പർവ്വതീകരിച്ചിട്ട് UDFനെ അതൊരു ക്യാമ്പയിനാക്കി അത് കേരളത്തിൽ മുഴുവൻ ഒരു മതനേതാവ് മുഖ്യമന്ത്രിയുടെ വണ്ടിയെ കയറി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി വണ്ടിയെ മതനേതാക്കന്മാർ പലരും കയറി കാണും. അതിനെന്താ? അങ്ങനെ മതനേതാവ് ഞങ്ങളോ കയറാറില്ല, രാഷ്ട്രീയക്കാർ കയറാറില്ലേ? അതിനകത്ത് അന്നേരം സംഭവിച്ച ഇതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് പറഞ്ഞാൽ അവിടുന്ന് ഒരു 50 മീറ്റർ ഹൈറ്റാണ്. ആ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കയറി മേപ്പോട്ട് പോകാൻ നമുക്ക് 2 പേർ കഴിയില്ല. അപ്പോൾ ഈ വണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു എന്നാൽ പിന്നെ 2 വണ്ടി എടുക്കണ്ട, ഒരു വണ്ടിയെ കയറി പോരുമെന്ന് വെച്ച് പറഞ്ഞു. കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ കയറിപ്പോയി. ഞങ്ങളെല്ലാം കാഴ്ചക്കാരാണ്. ഞങ്ങൾ നടന്നാണ് അങ്ങോട്ട് പോയത്. പ്രതിപക്ഷത്തിന് വേറെ പണിയില്ലല്ലോ. വേറെന്തോ കേരളത്തിൽ പറയാനുള്ളത്? ഈ മാധ്യമങ്ങൾ വഴി ഈ കള്ളത്തരം മുഴുവൻ പ്രചരിപ്പിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഭാഗത്ത് വല്ല തെറ്റുകൊണ്ടായിട്ടാണ് ഇത്രയും ജനകീയമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുമ്പോൾ പ്രതിപക്ഷം നടത്തുന്ന പ്രവർത്തനങ്ങൾ അവർ ഞങ്ങൾ ഗവൺമെന്റിന്റെ എന്ത് നിലപാടുകളാണ് അവർ ചോദ്യം ചെയ്ത് പറയുന്നത്? അവർക്ക് നിങ്ങളുടെ കുറച്ച് സഹായത്തോടുകൂടി ഒരുപാട് നുണപ്രചരണങ്ങൾ കേരളം നടന്നുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് ആളുകൾ വിശ്വസിക്കുന്നുണ്ടാകാം. അതൊക്കെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചിലപ്പോൾ ഞങ്ങൾക്ക് അത് എല്ലാം വിശദീകരിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? ഞങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നേതൃത്വം നടക്കുന്ന അന്വേഷണത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ ഞങ്ങൾ ചോദ്യം ചെയ്തോ, ഞങ്ങൾ അനുകൂലിക്കാൻ പോയോ? അത് അന്വേഷണം നടക്കട്ടെ, അതിന്റെ പേര് നടപടികൾ സ്വീകരിക്കട്ടെ. അതിന്റെ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ നിലപാടുകളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദീകരിച്ചാൽ പോരെ? ഇപ്പോൾ നമ്മളൊരാളെ സംബന്ധിച്ച് ഇപ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ബോധപൂർവമായി കേരളത്തിൽ കൊണ്ടുവരിക. അത് തന്നെ പറഞ്ഞാൽ ഒരു പാരഡി ഗാനം, ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവമുണ്ട് പാരഡി ഗാനം. ജയിച്ച ആളിനെ മനസ്സിലായല്ലോ, എങ്ങനെയാണ് അത് ജയിപ്പിച്ചതെന്ന് മനസ്സിലായല്ലോ. ശബരിമലയോട് പുള്ളിക്ക് ഭയങ്കര ഹൃദയബന്ധമുള്ളതുകൊണ്ടങ്ങ് ജയിച്ചു പോയതാണ്. ഇതൊക്കെ എവിടുന്നാണ് ഉണ്ടായെന്നും ഇത് എവിടുന്നാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നതെന്നും ഇത് കേരളത്തിൽ ഏതെല്ലാം തരത്തിലാണ് വർഗീയവൽക്കരണത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നതൊക്കെ കൃത്യമായി മനസ്സിലാകുന്നവരാണ് കേരളത്തിൽ ജനങ്ങൾ. ഇതെല്ലാം മനസ്സിലാക്കിയുള്ള തിരിച്ചടിയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചു. ഞങ്ങൾ അത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങൾ യോജിക്കേണ്ട കാര്യമില്ല. ഞങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ, പറയേണ്ട കാര്യങ്ങളെ പറയാവുന്നത്. പിന്നെന്താ അതിനകത്ത് സംബന്ധിച്ച് ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായം ശരിയാണോ തെറ്റാണ് ഞങ്ങൾ പറയട്ടെ. ഞങ്ങളുടെ മുഖ്യമന്ത്രി ചേർത്തല നടന്ന സമ്മേളനത്തിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറയാവൂ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അതിനെന്താ അത് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രി കാണിച്ചുള്ളൂ, വേറെ ആരും പറഞ്ഞു? അല്ലല്ല, അത് ശരി. അദ്ദേഹം ചോദിച്ച പോലെ അദ്ദേഹം കേരളത്തിലെ ഏറ്റവും വലിയൊരു സമുദായ പ്രസ്ഥാനത്തിന്റെ നേതാവാണ്. ആ സമുദായ പ്രസ്ഥാനത്തെ 30 വർഷം നയിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആ പ്രശ്നം അവിടെ തീർന്നു. ഇനി അത് കൂടുതൽ നമ്മൾ പർവ്വതീകരിക്കേണ്ട കാര്യമില്ല. അതായത് ആ സമയം തന്നെയാണ് ഈ മലപ്പുറം പോലുള്ള സ്ഥലങ്ങളിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വസ്തുതയാണല്ലോ. ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങനെ ഏകീകരിച്ചത്? ന്യൂനപക്ഷ മേഖലയിൽ അതികഠിനമായ വർഗീയത, ഭൂരിപക്ഷ വിരുദ്ധമായ വർഗീയത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ ഏകീകരണം. അത് സംശയം എന്താ? അത് എല്ലായിടത്തും കയറി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടുത്തെ RSS പറയുന്ന വർഗീയത അത് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ കഴിയില്ല. അതിന് പകരമായി അതിനെ ഓവർകം ചെയ്യേണ്ട എങ്ങനെയാണ്? എല്ലാവരെയും കൂടെ ചേർത്ത് പിടിച്ച് വേണം അതിനെ ഓവർകം ചെയ്യാൻ, അതിനെ അതിജീവിക്കാൻ. ഇവിടെ എന്താ ചെയ്യുന്നത്? ഭൂരിപക്ഷ വർഗീയത ന്യൂനപക്ഷ വർഗീയത എതിർക്കുന്നു. ന്യൂനപക്ഷ വർഗീയമായ കാര്യങ്ങൾ അത്തരം വീടുകളിൽ പോയിട്ട് പച്ചയ്ക്ക് കത്തിച്ച് പറഞ്ഞ് കയറ്റി വിടുകയാണ്.
അപ്പോൾ വികാരം കൊള്ളുകയാണ്. അതുപോലെ തന്നെയാണ് ഭൂരിപക്ഷ വീടുകളിൽ പോയി തിരിച്ചും പറയുന്നത്. ഇത് രണ്ടും പറയാൻ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങളിത് പറയാറുമില്ല. ഞങ്ങൾ പറയുന്ന രാഷ്ട്രീയമാണ്. അത് രണ്ടും പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് വോട്ട് അവർ കിട്ടിയിട്ടുണ്ടാകും, ഇല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. അത് രണ്ടിനുമെതിരെ ജനങ്ങളെ അണിനിരത്തി ജനങ്ങളെ ബോധവൽക്കരിച്ച് നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാൻ എല്ലാവരെയും ഒരുമിപ്പിക്കുക, ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവരിക എന്ന നിലപാടാണ് ഇടതുപക്ഷ മുന്നണിയും CPM സ്വീകരിക്കുന്നത്.